ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് നെവിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ലാലേട്ടൻ എടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രൊമോ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. 2 പ്രൊമോയിൽ ഈ നെവിനുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട്സ് ആണ് സംസാരിക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് ടിക്കറ്റ് ടു ഫിനാലെ ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് അനീഷും സാബുവും മറ്റേ പെഡസ്റ്റിൽ ഇളക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് ചോദിക്കുന്നത്. അതൊരു ഫണ്ണി മൂഡിൽ പിടിച്ചിട്ടുള്ള ഒരു പ്രൊമോ ആണ്. ബാക്കി 2 പ്രൊമോ, ഈ നെവിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രൊമോ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ അനുമോളെ പൊരിച്ച മാതിരി ഒരു പൊരിക്കലൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം. എല്ലാ വട്ടവും കാണുന്നതിന്റെ കൂട്ട് തന്നെ ബാക്കിയുള്ള ആളുകളുടെ അടുത്താണ് ചോദിക്കുന്നത് എന്താണ് പ്രശ്നം. എന്നിട്ട് ഒരു പ്രൊമോയിൽ ഒരു ലാലേട്ടൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, എവിക്ഷനിൽ നീ പുറത്തു പോയില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനം ഞാൻ എടുക്കും എന്നാണ് പുള്ളി പറയുന്നത്. കുറച്ച് പേജുകളിൽ ഞാൻ കണ്ടു ലാലേട്ടൻ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന്. എന്താണെങ്കിലും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, എനിക്കത് പറയാൻ താല്പര്യവുമില്ല. പക്ഷെ ആ ഒരു തീരുമാനം എനിക്ക് അത്ര ഒരു സെറ്റ് തീരുമാനമായിട്ട് തോന്നിയില്ല. ആസ് എ പ്രേക്ഷകൻ എന്ന നിലയിൽ ലാലേട്ടന്റെ വായന നല്ലത് നാല് ഇവന് കേൾക്കുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി വരുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ, അത് ഇന്നത്തെ പ്രൊമോയിൽ മിസ്സിംഗ് ആണ്. അത് എന്തെങ്കിലും ഒരു ലാലേട്ടൻ അതിരൂക്ഷമായിട്ട് നെവിനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും ഭയങ്കര ഹാർഡ് ബീജമൊക്കെ കയറ്റി ഇവര് പ്രൊമോയിൽ ഇട്ടേനെ. അതൊന്നും ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ പറ്റുന്നില്ല. സോ നമ്മൾ വിചാരിച്ച പോലൊന്നും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഇത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ തന്നെ ലാലേട്ടന്റെ പേര് നല്ല ഹേറ്റ് ഉണ്ട്. നെവിനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാണ്, നെവിൻ പറയുന്ന പൊട്ടത്തരങ്ങൾക്കെല്ലാം ചിരിച്ച് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ലാലേട്ടനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. മിക്കവാറും അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ വീഡിയോ കഴിയുമ്പോഴത്തേക്ക്. കാര്യം അവിടെ ഒരു ചോദ്യം വരും, അനുമോള് ചെയ്തപ്പോൾ അനുമോളെ ഭയങ്കരമായിട്ട് വലിച്ചു കീറി, ഇപ്പൊ നെവിൻ വന്ന് ചെയ്യുന്ന സമയത്ത് നെവിനെ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു സംഭവം വരും. അങ്ങനെ വന്നില്ലെങ്കിൽ PR ടീംസ് അടിച്ചിറക്കിക്കോളും. നെവിന്റെ അടുത്ത് ഫേവറിറ്റിസമാണ്, അനുമോള് ചെയ്തപ്പോൾ വലിയ തെറ്റ്, നെവിൻ ചെയ്തപ്പോൾ ചെറിയ തെറ്റ് എന്നുള്ള രീതിയിൽ വന്നില്ലെങ്കിൽ PR ടീംസ് അടിച്ചിറക്കും. അതിനകത്ത് യാതൊരു സംശയവും. ആദ്യത്തെ പ്രൊമോ ഇതാണ്. പുള്ളിനകത്ത് പറയുന്നത്, നെവിനെ പറ്റി ഒരുപാട് കംപ്ലൈന്റ് നമുക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ തമാശകൾ ഒരു പരിധി വരെ നമ്മൾ കേട്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ല. എന്നാൽ ലാലേട്ടൻ അവസാനം പറയുന്നുണ്ട്, ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു. കാര്യമൊന്നുമില്ല, ഒരു പണിഷ്മെന്റ് കൊടുക്കൂടെ, ആ പണിഷ്മെന്റ് കൊടുത്തിട്ട് അവനെ അങ്ങ് ഇരുത്തും. അത്രേ ഉള്ളതിനകത്ത്. എനിക്ക് അതിന്റെ അപ്പുറത്തോട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിനകത്ത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ അടുത്ത പ്രൊമോ ഇതാണ്. അടുത്ത പ്രൊമോ വന്നേക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇന്റൻഷനിൽ അല്ലാതെ പിന്നെ എന്താണ് ഈ കാണിച്ചത്. അനീഷിന്റെ അടുത്ത് ചോദിക്കും, അനീഷ് പറയുന്നുണ്ട് എന്തോ ഒരു ബാധ കയറിയത് പോലെയാണ് നെവിൻ പെരുമാറുന്നത്. അത് കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. കാര്യം നെവിന്റെ പെരുമാറ്റം പല സമയത്തും ഏതാണ്ട് ഒരു അബ്നോർമൽ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് ക്യാപ്റ്റന്മാർക്കിട്ട് നല്ല കൊട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 3 പേർക്കും ഫുഡ് കൊടുക്കാത്തതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ടിക്കറ്റ് ടു ഫിനാലെ പറ്റി സംസാരിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ ഷാനവാസിന്റെ ഇഷ്യൂ ആയിരിക്കും സംസാരിക്കുന്നത് മേ ബി. പിന്നെ ഷാനവാസ് തിരിച്ച് ഇന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെ ആണല്ലോ, ഇന്നലെ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഈ ഒരു ലാലേട്ടന്റെ എപ്പിസോഡിൽ വരുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കത്തുള്ളൂ. അത് ഞാൻ ഓൾറെഡി എന്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഷാനവാസ് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് എവിക്ഷൻ നടക്കുമെന്ന് അറിയില്ല, മേ ബി നാളെ ആയിരിക്കും ചിലപ്പോൾ എവിക്ഷൻ നടക്കുന്നത്. കാര്യം ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എവിക്ഷൻ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊമോ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സോ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത പ്രൊമോ ആണ്. വലിയൊരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇതൊന്നും ഇല്ല. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.